ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് പെസഹാകാലത്തിലെ 5-ാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ വളരെ ചെറിയൊരു സുവിശേഷ ഭാഗമാണ്. 9 മുതൽ 9, 10, 11 3 വാക്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഈ 3 വാക്യങ്ങൾക്കുള്ളിൽ ആവർത്തിച്ച് ഉപയോഗിക്കപ്പെടുന്ന ചില വാക്കുകളുണ്ട്. ഒന്ന് സ്നേഹം എന്ന വാക്കാണ്. സ്നേഹം എന്ന വാക്ക് 5 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. 2 നിയമം എന്ന വാക്കാണ്, അത് 2 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആനന്ദം, സന്തോഷം എന്ന വാക്കാണ്, അത് 2 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ടത് ഈ പറയുന്നത് ഇങ്ങനെയാണ്: പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അങ്ങനെ 5 പ്രാവശ്യം പറയുന്നുണ്ട്. ഈ കൽപ്പനകൾ എന്ന വാക്ക് നമ്മളിപ്പം വായിച്ചപ്പം കേട്ടിരുന്നു, 2 പ്രാവശ്യം പറയുന്നുണ്ട്. അവസാനം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ സന്തോഷം നിങ്ങളിൽ, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്ന ആ വാക്കാണ് നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കേണ്ടതായിട്ടുള്ളത്. കർത്താവ് 2 പ്രാവശ്യം പറയുന്നുണ്ട് ഇത് കൽപ്പനയാണ്. ഈ കൽപ്പന, നിയമം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഈശോ ഞാനൊരു പുതിയ കൽപ്പന നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഈ സ്നേഹിക്കുക എന്ന് പറയുന്നതാണ് കൽപ്പന. എല്ലാറ്റിനുപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക. സ്നേഹം എന്ന ഒറ്റ വാക്കിനെ കൽപ്പനയെ പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് കൽപ്പനകളെ സ്നേഹത്തിന്റെ കാഴ്ചപ്പാടിൽ കാണുകയെന്നും സ്നേഹമാണ് കൽപ്പന എന്ന കാഴ്ചപ്പാടിൽ ഉൾക്കൊള്ളുകയെന്നും ഓർമ്മിപ്പിക്കുന്നതാണ് ഈശോയുടെ ഈ സുവിശേഷം. നമ്മൾ ഓരോ കൽപ്പനകളെയും കൈകാര്യം ചെയ്യുമ്പോൾ അത് സ്നേഹത്തിന്റെ കാഴ്ചപ്പാടിൽ കൈകാര്യം ചെയ്യുക. ഇപ്പം ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരപ്പനെ മകൻ അനുസരിക്കുന്നു. അനുസരിക്കുക എന്ന് പറയുന്ന ഒരു കൽപ്പനയാണ്, ഒരു നിയമമാണ്. അത് നിയമമായിട്ട് കാണാൻ നിൽക്കുകയാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പാലിക്കണം, അപ്പം പറഞ്ഞ് അനുസരിക്കണം, മെനക്കെട്ട പരിപാടി നമ്മൾ ചിന്തിക്കും. പക്ഷേ സ്നേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അത് കാണുമ്പോൾ അത് കൽപ്പനയാണെങ്കിലും അല്ലെങ്കിലും ഞാനത് ചെയ്തിരിക്കും, അത് അനുസരിക്കും. കാരണം അപ്പന് വിഷമം വരുന്നൊരു കാര്യം ചെയ്യാൻ പാടില്ല, സന്തോഷമുള്ള കാര്യം ചെയ്യണം. അപ്പനോടുള്ള സ്നേഹത്തിന് പേരിലാണ് ചെയ്യുന്നത്. സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം, സ്നേഹം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി കൽപ്പനയെ നോക്കിക്കണ്ടാൽ അതിന് സൗന്ദര്യം കൂടും. അതൊരു ബേർഡനായിട്ട്, ഒരു ഭാരമായിട്ട് മാറത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ സ്നേഹം ഇറ്റ് ലീഡ്സ് ടു ജോയ്. നമ്മളിവിടെ വായിക്കുന്ന വാക്ക് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണെന്നുള്ളത്. സന്തോഷം എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹാപ്പിനെസ് എന്നുള്ള വാക്കല്ല യഥാർത്ഥത്തിൽ. ആനന്ദം എന്ന വാക്കായിട്ട് നമുക്കിനെ സ്വീകരിക്കാം. ജോയ്, ഈ സന്തോഷവും ആനന്ദവും രണ്ടും ഒരേ വാക്കുകളൊക്കെ തന്നെയാണ്, പര്യായ പദങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷേ നമുക്ക് അതിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, നമുക്ക് ഈ നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, നമ്മുടെ പുറത്തുള്ള കുറേ കാര്യങ്ങൾക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റും. നല്ല ഭക്ഷണം, നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, ആളുകൾ നമ്മളോട് കാണിക്കുന്ന ഒരു ആദരവ്, അല്ലെങ്കിൽ സ്നേഹം, പരിഗണന, ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. പക്ഷേ ജോയ്ഫുൾനെസ് എന്ന് പറയുന്നത്, റിജോയ്സിങ്, ജോയ്ഫുൾനെസ് എന്നൊക്കെ, ജോയ് എന്നൊക്കെ പറയുന്നത് അതൊരു ഇന്റേണലായ കാര്യമാണ്. കുറച്ചുകൂടെ നമുക്ക് അങ്ങനെ കാണാം. ആ വാക്കുകളെ ഒന്ന് വ്യത്യാസപ്പെടുത്തി അങ്ങനെ കാണാൻ സാധിക്കും. ആനന്ദം, ഈ നോളജ് ആൻഡ് വിസ്ഡം എന്ന് പറയുന്ന 2 വാക്കുകൾ പോലെ. നോളജ് എന്ന് പറയുന്നത് നമുക്ക് പുറമേ നിന്ന് സ്വീകരിക്കാന്ന് പറയാം, അറിവും കാര്യങ്ങളൊക്കെ. പക്ഷെ വിസ്ഡം എപ്പോഴും ഒരു ബ്ലെസ്സിങ് ആണ്. നമ്മളുടെ അനുഭവം പ്ലസ് ബ്ലെസ്സിങ് ഓഫ് ഗോഡ് ഈസിക്കൽ ടു വിസ്ഡം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ കുറേ അനുഭവങ്ങളെ ദൈവത്തിന്റെ കൃപ കൊണ്ട് തൊടുമ്പോൾ ജ്ഞാനം ഉണ്ടാകുന്നു. അപ്പൊ ഇത് 2 ആ വാക്കുകളെ നമുക്ക് 2ആയിട്ട് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എക്സ്റ്റേണൽ കാര്യങ്ങൾ നമ്മൾ നേടുന്നൊരു സന്തോഷമല്ല. അതൊന്നും ഇല്ലാതിരിക്കുമ്പോഴും ഒരു ജോയ്ഫുൾനെസ് ഉണ്ട്. നമുക്കിങ്ങനെ നല്ല ഭക്ഷണവും നല്ല സൗകര്യപ്രദമായ ഒരു വീടും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ഹാപ്പി മൂഡിലാണ് യഥാർത്ഥത്തിൽ. ഒരു കുടുംബം ഹാപ്പി മൂഡിലാണ്. പക്ഷെ ഇതൊന്നുമില്ല, പരമദാരിദ്ര്യത്തിൽ കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ല എന്നൊക്കെ ഇരിക്കലും അവരുടെ പരസ്പര സ്നേഹത്തിൽ അവര് പങ്കുവയ്ക്കുന്ന സ്നേഹത്തിനകത്ത് നിന്ന് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതിനെ നമ്മൾ ജോയ്, ആനന്ദം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ പറയുന്ന രീതിയിൽ സ്നേഹത്തിലൂടെ, സ്നേഹമെന്ന കൽപ്പന പാലിക്കപ്പെടുന്നവരെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നൊരു അനുഗ്രഹത്തെയാണ് ഈ ആനന്ദം എന്ന് വിളിക്കുന്നത്. അമോറിസ് ലത്തീസിയ എന്നൊക്കെ പറയുന്ന ഒരു സ്നേഹത്തിന്റെ സന്തോഷം എന്ന് പറയുന്ന, സ്നേഹത്തിന്റെ ആനന്ദം എന്ന് പറയുന്നൊരു അപ്പോസ്തലിക പ്രബോധനമുണ്ട്. അപ്പോസ്തലിക ആഹ്വാനം, അമോറിസ് ലത്തീസിയ, ഫ്രാൻസിസ് പാപ്പായുടെ ഒരു അപ്പോസ്തലിക ആഹ്വാനമാണിത്. അപ്പോസ്തലിക് എക്സോൺട്രേഷനാണ്.
സ്നേഹത്തിന്റെ ആനന്ദം. അമോറിസ് ലത്തീസിയ. കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. കുടുംബത്തിനകത്ത് നിൽക്കുന്ന സ്നേഹത്തെക്കുറിച്ച്. ഇതിനകത്ത് നമ്മൾ ഈ ഈ ഒരു അപ്പോസ്തലന്റെ ആഹ്വാനത്തിനകത്ത് നമ്മൾ വായിച്ചു വരുമ്പോൾ അധ്യായം 4 വിവാഹത്തിലെ സ്നേഹം എന്ന് പറയുന്ന ഭാഗം നമ്മുടെ അനുദിന സ്നേഹം എന്ന തലക്കെട്ടോടുകൂടി പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ പൗലോസ് അപ്പോസ്തലന്റെ 1 കൊറിന്തോസ് 13 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. സ്നേഹം അത്യുത്തമം എന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ അവിടെ ഒരു കമന്ററി ഉണ്ട്. ഈ സ്നേഹം എന്ന് പറയപ്പെടുന്ന കൽപ്പന അതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യല, ഒന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക അപ്പോസ്തലൻ പൗലോസ്. നമ്മൾ ഗ്രീൻ കമന്ററി എന്ന് പറഞ്ഞു. കാനലോയ്ക്ക് ഒരു കമന്ററി ഉണ്ട്. ഒരു കാനലോ എന്ന് പറയുമ്പോൾ കോഡ് ഓഫ് കാനലോ എന്ന് പറയുന്ന പുസ്തകമാണ്. അതിന്റെ കമന്ററി വിളിക്കുന്നവരാണ് ഗ്രീൻ ഇത് കമന്ററി എന്നൊക്കെ പറയുന്നത്. അതൊരു വ്യാഖ്യാനമാണ്. എന്ന് പറഞ്ഞ പോലെ സ്നേഹം എന്നൊരൊറ്റ വാക്കിനെ കുറെ വാക്കുകൾ കൊണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എങ്ങനെ ഈ സ്നേഹം പാലിക്കാം, അതുവഴി സന്തോഷത്തിലേക്ക് എത്താം. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. ദീർഘക്ഷമയോടുകൂടി സ്നേഹിക്കുകയാണെങ്കിൽ നീ ആനന്ദത്തിലെത്തും. അത് ക്ഷമ വിട്ടുകളഞ്ഞാൽ ആനന്ദം കിട്ടത്തില്ല. സ്നേഹം മറ്റുള്ളവരുടെ സേവനത്തിനായിട്ടാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല. അസൂയപ്പെട്ടാൽ നീ ആനന്ദത്തിലെത്തത്തില്ല. സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല. ആത്മപ്രശംസ ചെയ്താൽ നിനക്ക് ആനന്ദം കിട്ടാൻ പോകുന്നില്ല. അനുചിതമായി പെരുമാറുന്നില്ല. ഔദാര്യമുള്ളതാണ്. കോപിക്കുന്നില്ല. വിദ്വേഷം പുലർത്തുന്നില്ല. ക്ഷമിക്കുന്നു. അന്യനോടൊപ്പം ആനന്ദിക്കുന്നു. സകലതും സഹിക്കുന്നു. സകലതും വിശ്വസിക്കുന്നു. സകലതും പ്രത്യാശിക്കുന്നു. സകലതും അതിജീവിക്കുന്നു. സ്നേഹത്തിന്റെ ഒരു വിവരണം അല്ലെങ്കിൽ സ്നേഹത്തിന്റെ വ്യാഖ്യാനമാണ് നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ അത് യഥാർത്ഥ സ്നേഹമാകുന്നുള്ളൂ. ഇല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹമാകുന്നില്ല. അസൂയപ്പെടുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ സ്നേഹമല്ല. കോപിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ സ്നേഹമല്ല. ക്ഷമിക്കുന്നില്ല എങ്കിൽ അത് യഥാർത്ഥ സ്നേഹമല്ല. വിശ്വസിക്കുന്നില്ല എങ്കിൽ യഥാർത്ഥ സ്നേഹമല്ല. സഹിക്കുന്നില്ല എങ്കിൽ യഥാർത്ഥ സ്നേഹമല്ല. പ്രത്യാശിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ വാക്കുകൾ 1 കൊരിന്തോസ് 13 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യമാണ്. നമുക്കൊന്ന് സ്നേഹത്തെ ഒന്ന് ഇത്തിരി കൂടി വിശദമായിട്ടൊന്ന് ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി പരിശോധിച്ച് നോക്കാൻ വേണ്ടിയുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു സ്പിരിച്വൽ ഓഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്ന മനോഹരമായ ഒരു ഭാഗമാണ് ഈ വചനഭാഗമാണ് ഈ 1 കൊരിന്തോസ് 13 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിക്കുമ്പോൾ മാത്രമേ സ്നേഹം യഥാർത്ഥ സ്നേഹമായി മാറുന്നുള്ളൂ. അങ്ങനെയുള്ള സ്നേഹം ലീഡ്സ് ടു ജോയ്. അത് നമ്മളെ നയിക്കുന്നത് ആനന്ദത്തിലേക്കാണ്. അല്ലാത്ത പക്ഷം ആനന്ദം കിട്ടാൻ പോകുന്നില്ല. ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ആനന്ദം കിട്ടണമെങ്കിൽ സന്തോഷം പല രീതിക്ക് വേണമെങ്കിൽ കിട്ടാം. പക്ഷെ സന്തോഷമല്ല ഏതൊരവസ്ഥയിലൂടെയും. അതുകൊണ്ടാണല്ലോ ഈ വിവാഹത്തിന്റെ വേളയിലൊക്കെ പറയുന്നത് ദാരിദ്ര്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നത് ഏതവസ്ഥയിലും നിങ്ങൾ സന്തോഷത്തോടുകൂടി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം നിർമ്മലമായിരിക്കണം. നിങ്ങളുടെ സ്നേഹം ഈ പറഞ്ഞ ക്വാളിറ്റികളിൽ ഇല്ലാത്തതാണ് എങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ദാമ്പത്യം ആനന്ദപൂരിതമാവത്തില്ല. അങ്ങനെ ഹാപ്പിനെസ് കാണും, പക്ഷെ ജോയ് കാണത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ഫ്ലോപ്പായി പോകും. ഇതാണ് മിക്ക കുടുംബ പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്ക് ഹാപ്പിനെസ് തേടി പോവുക, ജോയിയെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ആനന്ദത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർക്ക് കുറെ സന്തോഷങ്ങളൊക്കെ ഉണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള സന്തോഷങ്ങളൊക്കെ ഉണ്ട്. അവർ കുറെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്, ആഘോഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങ് ഔട്ടിങ്ങുകളും ടൂറും പരിപാടികളും ഫുഡും കുറെ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളിലൊരു ആനന്ദം കിട്ടുന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയോ പാലിക്കപ്പെടാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ആനന്ദം കിട്ടാത്തത്. അപ്പോൾ കൃത്യമായും വചനം നമുക്ക് മുമ്പിൽ വെക്കുന്ന ഗൈഡ് ലൈനുകളാണ് ഇതെല്ലാം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ദാമ്പത്യത്തിൽ മാത്രമല്ല, സമർപ്പിത ജീവിതത്തിനാണെങ്കിലും സൗഹൃദത്തിനാണെങ്കിലും മക്കളും മാതാപിതാക്കളായിട്ടുള്ള ബന്ധത്തിനാണെങ്കിലും ഒക്കെ ആനന്ദം കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ അമോറിസ് ലത്തീസിയ, സ്നേഹത്തിന്റെ ആനന്ദത്തിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ആ ആനന്ദം നമുക്ക് ആസ്വദിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.